അതും നമ്മൾ സക്സസ്ഫുള്ളി കൊണ്ട് നമ്മൾ പോകണം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ കഴുകി പല്ലൊക്കെ തേച്ചത് നമുക്കത് കോട നൈസായിട്ട് കിട്ടി തുടങ്ങുന്നത്. അവന്മാരെന്നെ പറ്റിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് കൂടി അങ്ങോട്ട് പോകാൻ നമ്മറ്റേക്കും അവന്മാര് ഫ്രഷായി പോകുന്നുണ്ട്. സേതുവിനെ കാണാനില്ല, അവനവിടെ പോയാവോ. എനിവേ നമുക്ക് ഇനിയൊരു ടീ കുടിക്കാൻ പോവാം. ബസ്സൊക്കെ വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞങ്ങൾ ചായ ഇവിടുന്ന് കടി അപ്പുറത്തുനിന്ന് ആക്കി. സോ അവർക്ക് മനസ്സിലായി ഇവർക്കും. അങ്ങനെ ദേ സേതു കടിയൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ദേ പോയി കഴിക്കട്ടെ. ഗൈസ് ഞാൻ ചായ കുടിച്ച് വേഗം ഇറങ്ങി. ഒരു വിമിഷ്ടം വരണം. അവന്മാര് ചായ കുടിച്ചോണ്ടിരിക്കണം. റൂമിൽ ആരും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. തപ്പരാനറിയാം. രാവിലെ പോയി നോക്കിയപ്പോൾ മറച്ച് തിരക്കായിരുന്നു അവിടെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. യെസ് ഗൈസ്, നമ്മൾ ബാത്റൂമിൽ വന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. നമ്മുടെ വണ്ടിയൊക്കെ സേഫ് ആണ് കേട്ടോ. എന്താണോ ചെളിയിലങ്ങനെ മുങ്ങിണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ ടയറൊന്ന് കഴിയാൻ കൊള്ളാന്നുണ്ട്. ശരിയാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ സ്റ്റേയുടെ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ രാത്രി ആയതുകൊണ്ട് മരിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റേ കിട്ടിയ KSRTC ബസ്. ഇത് വേറെ KSRTC ബസ് സ്റ്റേ. അങ്ങനെ ഒരു 10 ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെയാണ് AC-യുടെ ഒക്കെ ഇത് വരുന്നത്. നമുക്ക് AC ഒക്കെ ഉണ്ടായി. ഞാൻ ഇവിടെ ഇരുന്ന് കിടന്നത്. അജിത്ത് കൂടെ, വേറെ 2 പേര് അവിടെ, പിന്നെ അതിൻ്റെ മുകളിൽ സേതു, അപ്പുറത്ത് സച്ചു, അങ്ങനെയാണ് കിടന്നുണ്ടായത്. നമ്മളെ വണ്ടിക്ക് ഇവിടെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ എടുക്കണം. അവന്മാരെയൊക്കെ എവിടെയാണോ അവന്മാരെയും തപ്പണം. ഇപ്പം ഞാനും സാധനം മാത്രം. അതേ പാണ്ടി ഗോകുല് വന്നിട്ടുണ്ട്. എടാ ഡോറടച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറിപ്പോയി. ഓക്കെ, അപ്പം അങ്ങനെ ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത് എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കണം എവിടേക്കാണ് പോകേണ്ടത്. സേതുമോൻ വരുന്നുണ്ട്. അപ്പം ഇനി അവരൊക്കെ എവിടെയാന്ന് നോക്കണം. അപ്പം നമ്മുടെ സാഹിൽ മോൻ അവൻ്റെ അഡ്വഞ്ചർ അതിനുള്ളിൽ നിന്ന് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നു. വലിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യാട്ടാ. ഞാനീ വലിച്ച ഷൂ ഇട്ടതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവനെങ്ങനെയൊക്കെ ഓടിക്കണ്ട്. പോരട്ടെ വേണമെങ്കിൽ അവിടെ നിന്ന് പുഷ് ചെയ്യാം. അയ്യോ കാല് പൊക്കി വെച്ചോ. വെയിറ്റൊക്കെ പിടിക്കാൻ കൈ വേദന എടുക്കണം പിടിക്കുമ്പോ. പെയിൻ വരുന്നത്. ഇതാണല്ലോ അതിൻ്റെ പുതിയ കുഷ്. അടുത്ത് നമ്മുടെ വണ്ടി സാഹിൽ മോൻ എടുത്തു തരാൻ പോവുകയാണ്. പോറ്റപ്പോൾ സ്റ്റാർട്ട് ആണെങ്കിൽ മറ്റേ കോൾഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നു. എന്നാ സ്റ്റാർട്ട് ചെയ്തിട്ടോ. സ്റ്റാർട്ടായി. ഓഫാവണ്ടാണല്ലോ. വലിക്കാൻ പറ്റുന്ന മുട്ട. അപ്പം നമ്മൾ അടുത്ത വണ്ടിയും സക്സസ്ഫുള്ളി എടുത്തിരിക്കുന്നു. എന്തുട്ടാ കോലം. എടാ ശരിക്കും എൻ്റെ വണ്ടിക്ക് റേഡിയേറ്റർ ഗാർഡ് ഉണ്ടല്ലേ, സെപ്പറേറ്റ്. അതന്നെ ലാഭമായില്ലോ. അങ്ങനെ നമ്മ സച്ചുവിൻ്റെ വണ്ടിയും വലിച്ചു കയറ്റാനായിട്ട് പോയിക്കാണ്. അതും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് പൈപ്പ് കിട്ടിയിട്ടോ. ചേച്ചി അവിടെ ബസ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ബസ്സിന് ഷാമ്പൂറിന ടൈം കൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ആ പൈപ്പ് മേടിച്ചിട്ട് അജിത്ത് ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി അടിച്ച് കഴുകണ്ടായി. ചേച്ചിക്കൊന്ന് കൊടുക്കുക, എന്നിട്ട് നോക്കാം. ഗൈസ് നമുക്ക് KSRTC ബൈക്ക് വാഷും കൂടി കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടി നമ്മൾ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള സെറ്റപ്പായിരുന്നു. അതേപോലെ ചേച്ചിക്ക് നമ്മൾ ജസ്റ്റ് വണ്ടി കഴുകി കൊടുത്തിട്ടുണ്ട്. സഹായം നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. എൻ്റെ പനി അജിത്ത് മോൻ ഭയങ്കര കഷ്ടപ്പെട്ട് പണി എടുത്തോണ്ടിരിക്കുകയാണ്. അജിത്ത് എല്ലാ വണ്ടി ഒരുമിച്ച് കഴുകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആൾക്ക് കൊടുക്ക്. നന്മയുള്ള കേരളം. അപ്പൊ നമ്മുടെ വണ്ടി കഴുകി കുട്ടപ്പനായിട്ടുണ്ട്. ആ ചെളിയൊക്കെ ഒന്ന് പോയി കിട്ടി. മതി, ഇതന്നെ ധാരാളം. ആ ബ്യൂട്ടി നോക്കുക, ആ മലയും ആ വണ്ടിയും. ഏതാ മോനെ ലുക്ക്. അപ്പൊ നമ്മളിപ്പോൾ റെഡിയായി. ഞാൻ എന്റെ വീണ്ടും പണിക്ക് പോകാനുള്ള പാൻറ്റൊക്കെ ഇട്ടു. അവന്മാര് പച്ചയും വെള്ളയും ബ്ലാക്കൊക്കെ ഏതൊക്കെ പാൻറ്റൊക്കെ ഇട്ടു. അവന്മാര് ബാക്കിയുള്ളവരൊക്കെ കിടപ്പയോ. നമ്മ എല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഹെൽമെറ്റ്സ് കൂടി ഇരിക്കുന്നുണ്ട്. ഒന്നുമില്ലല്ലോ ഇവിടെ ഒന്നും. നോക്ക് എല്ലായിടത്തും നോക്ക്, എല്ലാ ബോക്സിലും നോക്ക്. കറക്റ്റ് ഇപ്പൊ എത്ര മണി?
9:00 ചെക്കൗട്ടുള്ളൂ. 9 വരെ നമുക്ക് കൂടെ നിൽക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചെക്കൗട്ട്. നല്ല മഴയുണ്ട്. ടാസ്ക്കാണ്. അപ്പൊ ഗൈസ് നമ്മത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണ്. എല്ലാവരും ഒന്നുകൂടി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ. ഗൈസ് അപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിനോടും നമ്മുടെ റൂമിനോടും ബൈ പറയാണ്. നമ്മളിവിടെ ഇറങ്ങാൻ പോകും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു കിടിലൻ നൈസ് വ്യൂ പോയിന്റ് കണ്ടു. അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകാൻ പോവാണ്. റണ്ണിങ് ഷോട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 3 വണ്ടിയും ലൈനപ്പ് ആക്കിയിട്ട് ഒരു ഷോട്ട് അങ്ങോട്ട് എടുത്തു. അപ്പോൾ അതേ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എവിടേക്കാണെന്ന് അറിയില്ല. നേരെ വണ്ടി എടുക്കുക അങ്ങോട്ട് പോകും. ഗൈസ് മൂന്നാറിൽ ടോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാറിൽ വരുന്നവർക്ക് ഈ ടോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ അജിത്ത് മോൻ വീണ്ടും നമ്മളെ കൊണ്ട് വണ്ടി ചവിട്ടിപ്പിച്ചു. അവനാണെങ്കിൽ ചായ എന്ന് പറഞ്ഞ പ്രാന്താണ്. ആ നേരം കൊണ്ട് നമ്മൾ പോക്കോൺ അടിച്ച് കയറ്റി. അപ്പോൾ പോക്കോണും ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേ നേരെ പോയത് ഒരു ഗുണ കേവ് പോലത്തെ ഒരു സ്ഥലത്തേക്ക്. ഗുണ കേവ് പോലത്തെ ഒരു കേവിലേക്ക് കയറാൻ പോകും. കയറി നോക്കാം. Let's go. മരം അവിടെ നിന്ന് ഗൈസ്. എവിടെ കയറണല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ അവസാനം കോട കിട്ടി. ഞങ്ങൾ രക്ഷപ്പെട്ടു. ഓ വീട്ടിലും കോട. ഒരു രക്ഷയില്ല കഴിച്ചു, ഒരു രക്ഷയില്ല. അവിടെ ആരൊക്കെയോ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ആണോ അവിടെ ആരോ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ഇട്ട് കറക്കിണ്ട് അവിടെ. എന്തോ ആയിക്കോട്ടെ. അതെ വൈബ് തന്നെ വൈബ്. ഏത് മൂടി ഇന്നലെ സ്റ്റേ ചെയ്ത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കോട കിട്ടില്ല. അപ്പോഴത്തേ നമ്മുടെ പിള്ളേർ നമ്മുടെ വണ്ടി ബാക്കോട്ട് തള്ളാൻ തുടങ്ങി. അപ്പോഴത്തേ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങാൻ പോകുന്നത് അവർ ഡ്രിഫ്റ്റ് അടിച്ച് ആ സ്ഥലത്തേക്ക് പോയി നോക്കാനാണ്. അങ്ങനെ ഞാനും അജിത്ത് കൂടി അവിടേക്കുള്ള എൻട്രൻസ് കണ്ടുപിടിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഓഫ് റോഡ് അടിച്ച് നമ്മൾ അടിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അത്ര ഭീകര ഓഫ് റോഡിംഗ് ഒന്നല്ല, നൈസ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് തന്നെയാണ്. സാഹിൽ മോനെ അടിയിലേക്ക് ഒരു ഓഫ് റോഡ് കൂടി ഉണ്ട്. അത് അടിക്കാനായിട്ട് പോകാൻ നോക്കണം അവൻ. എൻ്റെ സച്ചുവിന്റെ വണ്ടി ഓഫ് റോഡ് ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡ് അടിക്കാനായിട്ട് അങ്ങോട്ട് നോക്കാനുള്ളത്. സാഹിൽ മോൻ ഓഫ് റോഡൊക്കെ അടിച്ച് സിമ്പിളായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയ വഴി നമ്മൾ വീണ്ടും തിരിച്ച് കയറുന്നതാണ്. അപ്പൊ പിന്നെ ചെറിയൊരു ഓഫ് റോഡ് ടൈപ്പ് പോലെ ഒന്ന് അടിച്ചു നോക്കാൻ വിചാരിച്ചു. ഒരുത്തം നനഞ്ഞ് കുളിച്ച് കുതിർന്നിരിക്കും. തണുത്ത ചത്തത് പാവുണ്ട്. ഞാനൊരു ഷർട്ടും കൂടി എക്സ്ട്രാ ഉണ്ടായി. അവൻ രക്ഷപ്പെട്ടു. തണുത്തിട്ട് ഇല കൊണ്ടാറ സച്ചുമോന്റെ അവിടെ ഇത് ഫേക്ക് അല്ല. കുട്ടൻ സുന്ദര കുട്ടപ്പനായി ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. എവിടെയാണ് എത്തിയെന്ന് നല്ല ഐഡിയ ഉണ്ട്. ഏതോ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുതിരക്കാട്ടം. അതെന്താ പോകുന്നു ഗായ്സ്. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയാണ്. ഈ സ്ഥലത്ത് ഞാൻ മുന്നേ എപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴി. പേയ്മെൻ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അവിടെ ബോയ്സ് സ്റ്റേ വരുന്നുണ്ട്. എല്ലാവരും റെയിൻകോട്ട് ഊരി അജിത്തിന് കൊടുത്താൽ ഈ കൈ മാത്രം നന്നായി നനഞ്ഞുണ്ട്. ചെസ്റ്റ് ബോഡി പാർട്സ് ഒന്നും നനഞ്ഞിട്ടില്ല. കാല് നനഞ്ഞു. ഞാൻ പാൻറ് ഇട്ടില്ല. ആ പാൻറ് അജിത്തിന് കൊടുത്തു. അജിത്ത് ഇപ്പം അത് ഊരിയിട്ടു. ഒരു വെള്ളക്കുതിര. മുന്നേ ഈ സാധനം ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൊരു എനിക്കൊരു ഓർമ്മയുണ്ട്, ചെറിയൊരു ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നെ നമ്മളിപ്പോൾ അതെ വീണ്ടും ഈ സാധനം കഴിക്കാൻ. പാവ അജിത്ത് നേരത്തെ ചായ കുടിച്ചപ്പോൾ ഇവന്മാർ രണ്ടാളും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ബ്ലാക്ക് ഇട്ടവനാണ് ഏറ്റവും കുറ്റം പറഞ്ഞത്. അപ്പോൾ അതെ ഒക്കെ കൂടി ഇപ്പം വീണ്ടും ചായ.
ഒന്ന് രണ്ടെണ്ണ പറയല്ലേ സായ് അഡിക്റ്റ് ചേഞ്ച് 500 എന്റെ അജിത്ത് മോൻ വീണ്ടും ചായ കുടിച്ചപ്പോ വീണ്ടും കുറ്റം പറയണ. നീ കുടിച്ചോളാ, കൊടുക്കണ കൊടുക്കണ സോങ് വിജയന്റെ സോങ്. അതിന്റെ മേലെ കയറാനാണ് ഗൈസ് 20 രൂപ. ഇവിടെയാണ് അതിന്റെ എൻട്രി ഫീസ് കൊടുക്കേണ്ട സ്ഥലം. നമ്മൾ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. 10 നീ രൂപ നോക്ക്, പോസ് നോക്ക്. ആ ക്രിസ്ത്യാനോണ്ടാണ് സാധനമാണ്. പിന്നെ ഇപ്പൊ ഇതെങ്ങനെ നിക്കണ ശരിയല്ല. ഈ സാധനം നോക്കിക്കേ. കിട്ടിയവന് അത് കിട്ടിയ നീ ഉപയോഗിച്ചോളാന്നല്ല പറഞ്ഞേ. എന്താണ് അതുകൊണ്ട് മാത്രം അത് റെസ്റ്റോറൻറ്റ് അറിയോ? നമുക്ക് അവന്മാരെ വിളിച്ചിട്ട് നൈസ് വ്യൂ. ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ നല്ല ഫണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയാണ്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അയ്യോ ഇതെന്താ നീല കളറ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവാം. ബ്രോ ഫ്രണ്ട് ഒരു ഫുഡ് സെഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഗായ്സ് നമുക്ക് നമ്മുടെ ചേട്ടാ സോസ് എടുക്കാം. സോസ് ഇറക്കില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. മഴ ഒന്ന് ചെറുതായിട്ട് ചാറിൽ മാറിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പം എത്തിക്കുന്നത് ചായ പൊടി മേടിക്കാനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഞാൻ മേടിക്കണില്ല, ദാവന്മാർ മേടിക്കുന്നു. എനിക്ക് ഇവിടെ ചായപ്പൊടി ഡ്രസ്സ് അതെ ഇവന്മാർ ഇതേ മേടിക്കുന്നുണ്ട്. ഇവന്മാരല്ല, അതിൻ്റെ ഉള്ളുണ്ട് സേത് മേടിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എന്താ പോലെ മഴ കിണ്ടിൽ മഴ ചെയ്യുന്നുണ്ട്. അവിടെ കോടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാങ് കൂടി ഉണ്ട്. അജിത്ത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അതേ പാൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സേതു മോൻ ടീ. ഏതൊക്കെ ടീ കിട്ടിയടാ? ചോക്ലേറ്റ് MRP ടൈം നോക്കണ്ട. ടേസ്റ്റ് ആയിട്ട് ഞാൻ കയറിട്ടൊന്നുമില്ല എവിടെ. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. കോട ഇറങ്ങുന്നുണ്ട്. ഇതപ്പം കുടുംബത്തെത്തും വണ്ടിയുടെ ഏകദേശം കോടയുണ്ട്. കോട ഒന്ന് ഇറ. കോട അജിത്ത് ഹെൽമെറ്റ്. അയ്യോ ഗൈസ്, അപ്പൊ ഇവന്മാര് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്.
ഗായ്സ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇതെന്തിനാണ് പേരുന്നിട്ട് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി എത്തി. നമുക്കിവിടെ കാണാനും പറ്റും ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടാക്കുന്നത്. വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചല്ലോ. എന്നിട്ടാണ് പൊട്ടി ഏതോ വില കുറയണേ 70 രൂപ. 70 ഉണ്ട് പഠിക്കുന്ന. ഞാൻ പൊരിക്ക് മേടിച്ച. അപ്പൊ ഇതാണ് സ്ഥലം. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് ഇവിടുന്ന് ചോക്ലേറ്റ് ഫാക്ടറി. ഡോർ നൈസായിട്ട് ഓപ്പൺ ആയിരുന്നു. പാപം ചെക്കൻ നൈസായിട്ട് വീണ് പോയി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഫോണിലൊക്കെ ഏകദേശം ചാർജൊക്കെ ചത്തു. ഇതേ കോഡിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൈസായിട്ട് കിട്ടി റോഡ് വഴി ഫുള്ളും. അപ്പൊ നമ്മൾ പോണ വഴിയിൽ ഒരു മരം വീണിട്ട് ഇതേ വഴി ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇതേ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, ഫയർഫോഴ്സ് വന്നത് മരം മുറിക്കാനായി. അവിടുത്തെ ഗതാഗതം കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ മാത്രമാണ് ഫയർഫോഴ്സ് വന്നത്. വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങൾ ഏതൊക്കെ വഴി കൂടെ ഇറങ്ങി നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് മന്തി ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മന്തി കഴിച്ച് സെറ്റായി. അമ്മേ നല്ല മന്തി ആയിരുന്നു കേട്ടോ. നല്ല പേര് അറബി അറിയണവർ വായിച്ചോ. സേതുവിന്റെ വീട്ടിൽ സേതുവിനെ അവിടെ ആട്ടിക്കൊണ്ടിരിക്കുക. അത് കേൾക്കാനായിട്ട് ഈ 2 സത്യത്തിൽ അവന്റെ വീട്ടില് ചീത്ത പറയണ്ടല്ല, എന്തോ പാമ്പ് കയറേണ്ട ഇഷ്യൂ ആണ് അവിടെ നടക്കണേ. എന്റെ അച്ഛൻ കിടന്ന് ഉറങ്ങണോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് പോകാറില്ല. അപ്പൊ ഗൈസ്, ഞാൻ എൻ്റെ ഇവിടെ 3 ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മായയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു മായാസ്. അപ്പൊ മായയുടെ അവിടെ എക്സ്പ്രഷൻസ് ഉണ്ടാവും. എൻ്റെ ഡാഡി വരുന്നുണ്ട്. എൻ്റെ മുന്നേ ചത്ത് ഞാൻ ഊപ്പാടിളകി. കാലൊക്കെ ഒരു പരിവായി ഗൈസ്. 2 കളറായി. നല്ല ഷൂട്ട് കുട്ടപ്പനായി. അയ്യോ, നമുക്ക് കേക്ക് പോയി നോക്കാം. എന്നിട്ട് ഉണ്ടല്ലോ, ഞാൻ കുറച്ചിട്ടൊക്കെയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മായ. എന്തൊക്കെ നോക്കണം. പൊന്നോ, കറക്റ്റ് 12 മണിക്ക് പിന്നെ ഞാനിവിടെ എത്തി. എന്നോട് 12 മണിക്ക് വരണം പറഞ്ഞ ഞാൻ 12 മണിക്ക് പിന്നെ എന്നെ എത്തിണ്ട്. അതൊന്നും ഞാൻ കറക്റ്റ് 12 മണിക്ക് പിന്നെ എത്തി. കറക്റ്റ് ഞാൻ 12 മണിക്ക് എത്തി. പക്ഷേ ചൂടാണ്. ഇത്ര നേരം തണുപ്പത്ത് Happy birthday to you. Happy birthday to you. Happy birthday to Noel. Happy birthday to you. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം കൈമാറുന്നു സുവർണ നിമിഷങ്ങൾ. എൻ്റെ അടിക്ക് കൊടുക്കുന്നു, എൻ്റെ അടിക്ക് കിട്ടുന്നു. ഹാപ്പി ബർത്ത്ഡേ. അത് ശരിയാണല്ലോ. നമുക്കൊരു പ്രശ്നം മായയുടെ നമുക്ക് താങ്ക് യു. എത്ര പീസ് കേൾക്കാതെ പാത്രത്തിലുണ്ട്? Okay, bye bye. Good night. നിനക്ക് വേണ്ടേ? ഇനി വേണ്ടേ? ഷുഗർ മതി ഗൈസ്. എനിക്ക് ഷുഗർ കട്ടാണോ? ഷുഗർ കട്ടൊന്നുമല്ല, എനിക്ക് മതി. ഷുഗർ കട്ടാണ് എന്നോട് പറയണ. വീഡിയോ എടുത്ത ആരാണ് നിന്റെ ഷുഗർ കട്ട എങ്ങനെയാണെന്ന്? ഷുഗർ കട്ട എടുത്താ ഷുഗർ കട്ട എന്നിട്ടാ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ചെയ്യാൻ വൈകിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.